നമ്മളിപ്പോൾ പ്രയാഗ്രാജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതിന് പ്രയാഗ്രാജ്, അതായത് ഗംഗ യമുന സംഗമം. അങ്ങനെ നമ്മൾ അലഹബാദിലെ ത്രിവേണി സംഗമത്തിൽ എത്തിയിരിക്കുകയാണ്. അലഹബാദ് ഗൈസ്, നമ്മളിപ്പോൾ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമം കാണാൻ വന്നതാണ്. ഇവിടെയാണ് മഹാകുംഭമേളയൊക്കെ നടക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ കുംഭമേളയും പിന്നെ 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള ഇവിടെയാണ് നടക്കുന്നത്. നമ്മളിവിടെ നിന്ന് ബോട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ് സംഗമം കാണാൻ വേണ്ടി. 120 രൂപയാണ് ചാർജ്. ഇതാണ് നമ്മുടെ ബോട്ട് ഡ്രൈവർ. ഇതാണ് ഗംഗ യമുന സരസ്വതി എന്നുള്ള മിത്തിക്കൽ റിവറാണ് സരസ്വതി. ഗംഗ യമുനയും കൂടി യോജിക്കുന്ന സ്ഥലമാണ്. നമുക്ക് നോക്കാതെ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എന്നിട്ട് നേരെ വാരണാസിയിലേക്ക് ഒഴുകും. ഇതാണ് സ്ഥലം. പിന്നെ ഇവിടെ സ്റ്റേക്ക് ഒരുപാട് ടെൻറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കാണെങ്കിലും വന്ന് താമസിക്കാം. ആരോടും ചോദിക്കുകയും പറയാൻ ഒന്നും വേണ്ട. പോലീസുകാരത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഗവൺമെൻറ് അടിച്ചിരിക്കുന്നതാണ്. പക്ഷേ ബെഡൊന്നും കിട്ടൂല, ജസ്റ്റ് ടെൻറ്റ് മാത്രമേ കിട്ടൂ. സ്വന്തമായിട്ട് ടെൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ട് അടിച്ചു കിടക്കാം. നോ പ്രോബ്സ്. വേറെ ലെവലാണ്. കുറച്ചല്ല, വളരെയധികം ഓവർ ക്രൗഡാണ് ഇപ്പോൾ തന്നെ. കുംഭമേളയുടെ സമയത്ത് പറയണ്ടല്ലോ, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ സന്യാസിമാരൊന്നുമില്ല, എല്ലാവരും ഹരിദ്വാർ പോയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. പ്രയാഗ്രാജിലെ സംഘം. हाँ, हेड डाउन करिए, हेड डाउन करिए. ओके, जूता खोल दी सर. ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 1200 രൂപയാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെങ്കിലുള്ളത്. മറ്റത് ഗ്രൂപ്പായിട്ട് പോകണമെങ്കിലാണ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണ്. വീഡിയോ ബനാറാവും. ഇത് നമ്മൾ യമുന റിവർ, യമുന നദിയിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. 1 മണിക്കൂർ റൈഡാണ് പറഞ്ഞിരിക്കുന്നത്. ലക്സി ഇറങ്ങി തേങ്ങ അടിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരുക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളതിനൊന്നും വെക്കുന്നില്ല. വി ആർ ജസ്റ്റ് ട്രാവലിംഗ്. നമ്മൾ ജസ്റ്റ് കാണുന്നു, അത്രേ ഉള്ളൂ. ഈ വെള്ളം തന്നെയാണ് വാരണാസിയിലോട്ട് പോകുന്നതെന്ന്. നദി യമുന യമുന യമുന. യമുന അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്. അതായത് നമ്മുടെ ഡൽഹി സൈഡ് അവിടെ നിന്നാണ്. പിന്നെ ഇതുവഴി ഇങ്ങനെ വന്നിട്ട് അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഗംഗ വരും. ഗംഗയും യമുനയും കൂടി അവിടെ ചെന്ന് ഒരുമിച്ചിട്ട് കാശിയിൽ അങ്ങോട്ട് നമ്മുടെ വാരണാസിയുടെ അങ്ങോട്ട് വലിയ നദിയായിട്ടങ്ങ് പോവും. ഇതിനിടയിൽ സരസ്വതി ഉണ്ടെന്ന് പറയുന്നു. അത് ഇവിടെ നദിയായിട്ട് കാണുന്നില്ല. അവർ പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്നതാണ്. മിത്തിക്കൽ റിവർ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിനി സെൻട്രലിൽ പോവാം. അതായത് ഇതിൻ്റെ ഒരു സംഘം സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. വെള്ളത്തിന് രണ്ട് കളറാണെന്നൊക്കെ പറയുന്നു. ലെറ്റ്സി. ഇത് സൈബീരിയൻ ബേർഡാണ്. അവിടെ നിന്ന് തണുപ്പാകുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ്. ദേശാടന പക്ഷിയാണ്. നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടേ. പിന്നെ ഈ നദി, യമുന നദി ഇങ്ങനെ ചെറിയൊരു പച്ച കളറാണ്. ഗംഗ ചെളി കളറാണെന്നാണ് പറയുന്നത്. ചെളി കളർ, മിട്ടി കളർ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടി
രണ്ടിനും അത് ഗംഗയ്ക്ക് നല്ല ഒഴുക്കുണ്ട്, ഇതിന് യമുനയ്ക്ക് അധികം ഒഴുക്കില്ല. ഇവിടെ 50 അടി താഴ്ചയാണ്, അവിടെ 50 അടി താഴ്ചയാണ്. ഇവരിത് കുഞ്ഞുനാൾ മുതലേ ചെയ്യുന്നതാണ്. പിന്നെ ഈ ബോട്ടിനൊക്കെ ടെൻഡറുണ്ട്. ഇതൊക്കെ ഇവരുടെ ബോട്ടാണ്, പക്ഷേ ഇതിന് ടെൻഡർ ഒരാൾ പിടിച്ചിട്ടുണ്ട്, അയാൾക്കാണ് ഇതിൻ്റെ പൈസയൊക്കെ പോകുന്നത്. പിന്നെ ഈ 4 ചുറ്റും കാണുന്നില്ലേ, ഇവിടെയാണ് കുംഭമേള നടക്കുന്നത്. ഇതിൻ്റെ ചുറ്റിലും കുംഭമേള ഇവിടെ ഇങ്ങനെ നടക്കും. ഉണ്ട് ഇവിടെ വെള്ളം നിശ്ചലമായിട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വെള്ളത്തിന് റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് ഗംഗ ഇവിടെ എത്തിയത്. ഇതാണ് ഗംഗ ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തി ലേക്കിൽ നിന്നാണ് ഇതായത് ഫോഴ്സ് ഉള്ളത് ഗംഗയാണ്. അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഗംഗ വരുന്നു, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് യമുന വരുന്നു. സംഗമത്തിൽ നിൽക്കാൻ ഇവിടെ നിന്ന് ഓരോ പൂജകളൊക്കെ ചെയ്യാം. അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഇതാണ് സംഘം. ഇവിടെ നമുക്ക് പൂജകളൊക്കെ ചെയ്യേണ്ടവർക്ക്. പക്ഷേ അതിനകത്ത് പിടിച്ചുപറി പോലെയാണ്. പിടിച്ചുപറി മീൻസ് ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവരോടനെ കൊണ്ട് നമ്മൾ പൂജയ്ക്ക് ഇരുത്തി പൈസയൊക്കെ വാങ്ങിപ്പിക്കും. അങ്ങനെ കണ്ടു. 2700 രൂപയൊക്കെ വാങ്ങിച്ചു കളയും. ഒന്നും ചെയ്യുന്നില്ല. 4 തേങ്ങ എടുത്ത് വെച്ച് ഗംഗയിൽ ഒഴുക്കാൻ പറയും, എന്താ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട്. പക്ഷെ അത് പറയത്തൊന്നുമില്ല, ഒരു ട്രാപ്പ് പോലെ കൊണ്ട് നമ്മളവിടെ കയറ്റിയിട്ട് ടപ്പന പൈസ വാങ്ങിച്ചളയും. അങ്ങനത്തെ വല്ലാത്തൊരു സ്കാം ഇവിടെ നടക്കുന്നുണ്ട്. വേറെ ഒരു കുഴപ്പവും ഇവിടെ ഇല്ല, നമ്മൾ നോക്കിയൊക്കെ ഇരുന്നാൽ മതി. വന്നല്ലോ, ഇതിൻ്റെ പാക്കറ്റ് പിടിച്ചപ്പോഴേ വന്നു ഇവിടെ ടീംസ്. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്താൽ കട്ടയ്ക്ക് വരും. എന്റെ കുറച്ചെന്റെ കൈ തരുമോ? വരുമോ? കണ്ടോ, എന്റെ കൈ ഇരിക്കുകയാണ്. डरिए मत खड़े रहिए। ഇതൊരു ഫോർട്ടാണ്. ഈ ഫോർട്ട് അടുത്തുണ്ടായിരുന്നു. ആ ഫോർട്ടിന്റെ മുകളിൽ ചെന്നിരുന്ന ഇത് മുഴുവനും നല്ല രീതിയിൽ കാണാം. എനിക്ക് യമുനയും ഗംഗയും എല്ലാം ഒരേ കളറായിട്ടാണ് തോന്നിയത്. ലൈറ്റിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, എല്ലാം ഒരേ കളറിൽ മിക്സ് ആയിട്ട് കിടക്കുന്നു. അല്ലാതെ വേറെ കളർ വേരിയേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. രാവിലെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വല്ല വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ലഡാക്കിൽ എവിടെയോ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു 2 റിവർ 2 കളറിൽ, ഒന്ന് കലങ്ങിയതും ഒന്ന് നല്ല തെളിഞ്ഞ നീല കളറിലും. അത് ഞാൻ ഓർക്കുന്നില്ല. റൈഡ് ചെയ്ത് പോയ സമയത്ത് എവിടെയോ വെച്ച് കണ്ടതാണത്. ഇവിടെ എന്തായാലും എല്ലാവരും ഒറ്റ കളറാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ സ്ഥലമാണ് അലഹബാദ്. അതായത് ഇപ്പോഴത്തെ പ്രയാഗ്രാജ്. പണ്ട് ഇത് ക്യാപിറ്റലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ സമയത്താണെന്ന് തോന്നുന്നു. പണ്ട് ഇത് ക്യാപിറ്റലായിരുന്നു ഉത്തർപ്രദേശിൻ്റെ. ഇപ്പോൾ ഇത് ലക്നൗ ആണ് ക്യാപിറ്റൽ. എന്നാലും ഒരിക്കലും ഒന്ന് കാണേണ്ട. പിന്നെ ഈ കുംഭമേളയുടെ സമയത്ത് ഇവിടെ അടുക്കാൻ പറ്റില്ലായിരിക്കും. നിറച്ച ആൾക്കാരുടെ ഇത് സന്യാസിമാരായിരിക്കും. ഇപ്പോൾ അവരെല്ലാം ഹരിദ്വാർ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 5 സ്ഥലത്താണ് നടക്കുന്നത്. ഒന്ന് ഇവിടെ, ഒന്ന് ഹരിദ്വാർ, പിന്നെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ എനിക്കത് അറിഞ്ഞുകൂടാ. വള്ളത്തിലുള്ള ആൾ പറഞ്ഞു തന്നതായിരുന്നു.
വേറെ 3 ഉണ്ട്. ഗൂഗിൾ നോക്കിയാൽ കിട്ടും. അങ്ങനെ ഇതിങ്ങനെ വർഷങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തോ ചെറിയൊരു മേള നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിലും എല്ലാ ദിവസവും 2 ലക്ഷത്തിൽ പരം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വളരെ യാദൃച്ഛികമായിട്ട് ഇവിടെ വന്ന് പെട്ടതാണ്. ഞങ്ങൾ യാത്രയെല്ലാം അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് പോകുന്നു, അപ്പോൾ അവിടെ നിന്ന് സജസ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് എത്തുന്നു, അങ്ങനെയാണ് എത്തുന്നത്. അല്ലാതെ ഇതൊന്നും നമ്മുടെ ഇറ്റിനറിയിൽ ഉണ്ടായിരുന്നതല്ല. ആക്ച്വലി ഇറ്റിനറി എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു, വാരണാസി എത്തുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കിനി ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ഗൂഗിൾ നമ്മുടെ അഗോഡയിൽ നോക്കിയപ്പം 5 കിലോമീറ്റർ അപ്പുറത്ത് 800 രൂപയ്ക്ക് റൂം കണ്ടു. ഇനി അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഇപ്പം ഇനി ഇവിടെ നിന്നൊക്കെ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ബാക്കിൽ നിന്ന് ഇവിടെ ചത്തുപോകും. നല്ല അതുകൊണ്ട് വെറുതെ ഒരു സീൻ ഒഴിവാക്കാം എന്ന് വിചാരിച്ച് ഇവിടെ റൂം എടുത്തു. നിങ്ങൾ വരുന്നെങ്കിലും അവിടെ റൂം എടുത്താൽ മതി. ഇവിടെ സ്റ്റേ ഒന്നുമില്ല. പിന്നെ ടെൻ്റൊക്കെ കൊണ്ടുവന്ന് കണ്ടില്ല, ഇവിടെ ഈ കാണുന്നതൊക്കെ ടെൻ്റാണ്. അവിടെ നമുക്ക് ചുമ്മാ പോയി കയറി കിടക്കാം കേട്ടോ, ഒരു സീനും ഇല്ല. ഇതാണ് സംഭവം. കുറച്ച് അങ്ങോട്ട് പോയിട്ട് ടെൻറ്റിൻ്റെ ഒക്കെ ഉള്ള വ്യൂ എടുത്തിട്ട് തരാം, സീനൊന്നുമില്ല. ഇതിൽ ഏത് ടെൻറ്റിൽ വേണമെങ്കിലും നമുക്ക് കയറി കിടക്കാം, ആരും ഒന്നും ചോദിക്കില്ല. ഗവൺമെൻറ് ഇട്ടിരിക്കുന്നതാണ്.